അത് ഇനി എടുക്കണോ പച്ചക്കറി അങ്ങോട്ട്? പത്ത് വർഷത്തോളമായി നമ്മുടെ വയനാട് ജില്ലയിലെ ഗ്രാമപ്രദേശങ്ങളിലും ഇത്രയും ബഹുമാനപ്പെട്ട സന്തോഷ് പണ്ഡിറ്റ് സാർ ഈ ഒരു പരിമിതമായ സാഹചര്യത്തിൽ പോലും നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടു തന്ന് നമ്മളെ സഹായിച്ച ഈ വലിയ മനസ്സിന് പിന്നെ 2011 മുതൽ സാർ ഇതേപോലെ വയനാട് സന്ദർശിക്കുകയും ഇതേപോലെയുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ FB-യിലൊരു പോസ്റ്റ് ആണെങ്കിൽ ഞങ്ങളിങ്ങനെ ഒരു ആവശ്യം സാറിനെ ഇങ്ങനെ അറിയിച്ചപ്പോൾ അത് ഇന്ന് തന്നെ വന്ന് ഇങ്ങനെ ചെയ്തു തന്നതിൽ എത്രയും അതുപോലെ തന്നെ സന്തോഷമുണ്ട്. ശരിക്കും ആർക്ക് വേണ്ടിയിട്ടാ? വീട്ടിലാരൊക്കെ ഉണ്ട്? എത്രയിലാണ് പഠിക്കുന്നത്? പഠനത്തിന് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ഒന്നും അങ്ങനെ അധികം ആൾക്കാരും വന്ന് ഇങ്ങനെ ഒരു സഹായങ്ങളോ അങ്ങനെയൊന്നും ഇതുവരെ ചെയ്തിട്ടൊന്നുമില്ല. അപ്പം ഈ ഇത്രയും ഒരു ഉദ്യാനത്തിൽ വന്ന് ഇങ്ങനെയൊക്കെയുള്ള സഹായങ്ങൾ ചെയ്യാൻ കാണിച്ച സാറിൻ്റെ മനസ്സിനെ നമ്മൾ ആദ്യം എൻ്റെ പേരിലും നാട്ടുകാരുടെ പേരിലും സന്തോഷമുണ്ട്. വാങ്ങണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം എനിക്ക് വാങ്ങാൻ പറ്റിയില്ല. സാറൊരു സഹായം കൊണ്ട് ഇങ്ങനെ ഒരു മിഷൻ കിട്ടിയതുകൊണ്ട് ഒരുപാട് നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. ഇത് നമ്മുടെ ഗ്യാരണ്ടി കാർഡാണ്, എടുത്തു വെക്കണം. ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് അനിത കുറച്ച് ദിവസം മുമ്പേ പറഞ്ഞിരുന്നു ചേച്ചി എങ്ങനെയെങ്കിലും ഒരു മിഷൻ വാങ്ങണമെന്ന് നമ്മൾ മാസിക അഭ്യാസ വർഗ്ഗങ്ങളിൽ വരുമ്പോൾ. അപ്പോൾ ഞാൻ എങ്ങനെ നമ്മൾ സഹായിക്കുന്ന അറിയില്ലായിരുന്നു സത്യത്തില്. ഫസ്റ്റ് ഇവിടുന്ന് പറഞ്ഞ ഉടനെ എനിക്ക് ആ കുട്ടിയുടെ മുഖമാണ് ഓർമ്മ വന്നത്. ഇത് കിട്ടിയത് തന്നെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ട് ആ കുട്ടിക്ക് അത് കിട്ടിയത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത്. കാരണം ദയവായിട്ട് നമ്മളെ മുമ്പിൽ ഇങ്ങനെ പെട്ടെന്ന് ഒരാൾ വന്ന് പറയുക, അത് ആ കുട്ടിക്ക് തന്നെ കൊടുക്കാൻ കഴിയുക എന്ന് വെക്കുന്നത് എന്തോ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഇപ്പൊ തോന്നിയത്. അപ്പോൾ അനിതയ്ക്ക് ഒരു ജീവിതമാർഗവും ഒരു വഴികാട്ടിയാണ് ഈ മിഷൻ. വളരെ സന്തോഷം എനിക്ക് ഈ മിഷൻ കിട്ടിയതിൽ. അനിത ഈ മിഷനിൽ കിട്ടി അവരുടെ ജീവിതം മെച്ചപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും വളരെ അത്യാവശ്യമുള്ള പല കുട്ടികളുണ്ടെങ്കിൽ ഇതേപോലെ കറക്റ്റ് നിങ്ങൾക്ക് ഒരു ലൈഫായിരിക്കണം അല്ലേ? ഞാനിത് പേരാമ്പ്രയിൽ നിന്ന് മേടിച്ചാട്ടോ. ഞാൻ ഇവിടെ നിന്ന് കിട്ടാനില്ല പല സ്ഥലത്തും. അല്ല TV ഭയങ്കര ടൈറ്റ് ആയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് അട്ടപ്പാടിക്കൊക്കെ തയ്യൽ മെഷീനൊക്കെ വിടുന്നത് TV കിട്ടുന്നില്ല. നമസ്കാരം, ഞാൻ സന്തോഷ് പണ്ഡിറ്റാണ്. ഇപ്പോൾ കൽപ്പറ്റയ്ക്ക് അടുത്തുള്ള ചോലവേൽ എന്ന് പറഞ്ഞ കോളനിയിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു 8 വീടുകളുണ്ട്. പിന്നെ നമ്മൾ പുതിയ വീടിന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു വഴീന്റെ പ്രശ്നമാണ്. ഞങ്ങൾ കുറെ നല്ല വഴുപ്പുണ്ട്. ഞാൻ ശരിക്കും അവിടെ അല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളം ഒലിച്ചിട്ടേ ഇങ്ങനെ ഈ ഇതിൽ കൂടെ ഡ്രെയിനേജിൽ കൂടെയാണ്. അപ്പൊ ഇനി എന്താണ് വേറെ അടിയന്തരമായിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ? മോനെങ്ങനെ പഠിക്കുക നന്നായിട്ട്? ആരൊക്കെയാ മിടുക്കരാണ് പഠിക്കാം. പഠിക്കാനൊക്കെ. ഗ്യാരണ്ടി കാർഡ് നമ്മൾ 2 ഇയർ ഗ്യാരണ്ടി ഉണ്ട്. ഇത് മിസ്സാക്കരുത്. ഇത് മിസ്സാക്കിയാൽ പിന്നെ എനിക്കറിയില്ല, എനിക്കൊന്നും ചെയ്യാനില്ല. ആണ് ഞാൻ പ്രത്യേകം ഒന്നുകൂടെ നോക്കി തരുന്നത്. കാരണം വേറെ ആർക്കും എന്തെങ്കിലും പറയാനുണ്ടോ? പഠനം നിർത്തുകയാണ്. ഓൺലൈൻ ആയത് കാരണം ഇവിടെ ഒരു ശരത്ത് എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട്, അവർക്ക് ഓൺലൈൻ ക്ലാസ് ആണല്ലേ. ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു TV അവരെ പേരെന്താ? ബാബു എന്ന് പറഞ്ഞവർക്കാണ്. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവർക്കും അടുത്തുള്ള വീട്ടുകാർക്കൊക്കെ ഗുണം ചെയ്യണ്ടോ അല്ലേ? എന്നോട് ഇപ്പൊ ഒരു TV നല്ലൊരു പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? നമുക്കിവിടെ 9 വർഷമായിട്ടാണ് ഏകൽ വിദ്യാലയം ഇവിടെ ആരംഭിച്ചിട്ട്. അപ്പോൾ ഈ ഒരു കോവിഡിൻ്റെ ഒരു പശ്ചാത്തലത്തിലും നമുക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഓൺലൈൻ സംവിധാനത്തിൻ്റെ പേരിൽ നമുക്ക് കോഴിക്കോട് സന്തോഷ് പണ്ഡിറ്റ് അവരുടെ നമുക്ക് ഈ TV സ്പോൺസർ ചെയ്തിരിക്കുന്നത്.
നമുക്ക് ഈ പ്രദേശവാസികൾക്ക് വളരെ സന്തോഷമായിട്ടുണ്ട് ഈ TV നമുക്ക് ഇവിടെ കുട്ടികൾക്ക് വളരെ ദൂരെ ചെന്നിട്ട് 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ദൂരമാണ് നമുക്ക് ഓൺലൈൻ ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് തൊട്ടടുത്ത് അവരുടെ ഗ്രാമത്തിൽ തന്നെ നമുക്കിപ്പോൾ ഈ ഓൺലൈൻ വിദ്യാഭ്യാസം ചെയ്യുന്നതിനായിട്ട് കുട്ടികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്. എത്ര പേർക്ക് ഇതിന്റെ ഗുണമുണ്ടോ? ഇതിൻ്റെ ഗുണം നമുക്കിപ്പോൾ നമ്മുടെ വിദ്യാലയത്തിൽ തുടർച്ചയായിട്ട് ഒരു 16 കുട്ടികളോളം നിലവിൽ വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഒരു 10 കുട്ടികളും ഈ പ്രദേശത്തിലുണ്ട്. അവരെയും കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഈ വിദ്യാലയത്തിൽ തുടർന്ന് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഓ കുഴപ്പമില്ല. അവളെ റിസൾട്ട് അറിഞ്ഞു കേട്ടോ, ബിജിലാൻഡ് ജയിച്ചു. അതിൻ്റെ ഈ റബ്ബർ സോഷ്യൽ വർക്ക് ചെയ്യുന്ന ഏകവിദ്യാലയത്തിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. 10 വർഷത്തോളമായി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ തയ്യൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ തയ്യൽ മെഷീൻ വാങ്ങാൻ പറ്റില്ല. അപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് സാർ അവരുടെ ഫേസ്ബുക്ക് വഴിയാണ് ഈ തയ്യൽ മെഷീൻ കിട്ടിയത്. അതിയായ സന്തോഷമുണ്ട് ഈ മെഷീൻ ലഭിച്ചത്. ഏറ്റവും ഉള്ളിലോട്ടുള്ള ഗ്രാമങ്ങളിൽ ഇറങ്ങിച്ചെന്ന് അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ തന്നെ അനവധി കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. സന്തോഷ് മറ്റേ ഫേസ്ബുക്കിലൂടെ കണ്ടിട്ടുണ്ട്. ഏത് കുഗ്രാമങ്ങളിൽ കയറി ചെന്നും അദ്ദേഹം ഈ കാര്യങ്ങൾ നിർവഹിക്കുന്നതാണ്. സാർ അപ്പോൾ ഇവിടെ വേറെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എപ്പോഴായാലും അറിയിച്ചോളൂ. നമ്മളെ ഫേസ്ബുക്കിൽ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ മെസ്സഞ്ചറിലേക്ക് അറിയിച്ചാൽ മതി. വയനാട് ജില്ലയിലെ വാഴവറ്റയ്ക്കടുത്ത് എടത്തിൽ എന്ന് പറഞ്ഞൊരു കോളനിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ TV തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. അവിടെ വേറെ എത്ര കുട്ടികൾക്ക് ഇതിന്റെ ഗുണം കിട്ടും? അത് ഇവിടെ മൊത്തം 30 കുട്ടികളുണ്ട്. അതിൽ എല്ലാവർക്കും അല്ല, പരമാവധി 2 ഇയേഴ്സിൻ്റെ ഗ്യാരണ്ടി ഉണ്ട്. ഗ്യാരണ്ടി പേപ്പർ സൂക്ഷിക്കണം. നിൽക്കുന്ന വിദ്യാലയത്തിലേക്ക് TV സ്പോൺസർ ചെയ്ത സന്തോഷ് പണ്ഡിറ്റിന് അതിയായ നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ തന്നെ അയാൾക്കെല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഇനിയും ഗുണങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഏതാണ്ട് 30ഓളം വിദ്യാർത്ഥികൾക്ക് ഈ TV കൊണ്ട് ഗുണം കിട്ടും. TV ഈ ഒരു സ്ഥലത്തെന്ന് പറഞ്ഞാൽ ആരും എത്തി നോക്കാത്ത സ്ഥലം എന്നാണ് ഞങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഏറ്റവും ഉപകാരപ്രദമായ ആ സ്ഥലത്ത് തന്നെ ഇത് എത്തിക്കാൻ കഴിഞ്ഞത് തന്നെ വളരെ സന്തോഷം. സന്തോഷ് പണ്ഡിറ്റ് സാറിന് ഒരുപാട് നന്ദിയുണ്ട്. ഇങ്ങനെയുള്ള ഉൾപ്രദേശങ്ങൾ കാണാനും അവരോട് ഇടപെടാനും അവർക്ക് വേണ്ടുന്ന സഹായങ്ങളും ചെയ്തു തന്ന ആ മനസ്സിന് ഒരുപാട് നന്ദി. എന്ന് ഈശ്വരൻ്റെ സഹായം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങോട്ടേക്കല്ലേ കാലിനെ ആക്സിഡൻ്റ് ആയിട്ട് ഇപ്പോൾ ശരിയാവുന്നേ ഉള്ളൂ. ചെമ്പട്ടി എന്തെങ്കിലും പറയാനുണ്ടോ? ഇവിടെ ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾ ജീവിക്കുന്ന നാടാണ്. ഒരു പുരോഗമനവും ഇല്ല. പിന്നെ 2011 തൊട്ട് തുടങ്ങിയതാണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ഫേസ്ബുക്കും ഫോണും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇപ്പോഴാണ് കുറച്ചൊക്കെ TV ഇല്ലാത്തവരുണ്ട്. പിന്നെ നന്നായിട്ട് പഠിക്കുന്ന ഒരുപാട് പിള്ളേരുണ്ട്. അവർക്കൊക്കെ പഠിക്കാൻ എന്തെങ്കിലും ചെറിയ സഹായം, ബുക്കോ പുസ്തകമോ. 5 മക്കൾ. വേറെ വീട്ടിൽ ഇതൊന്നും ഇല്ല, സംവിധാനം. ഞാൻ ഉറപ്പ് പറയുന്നില്ല, കാരണം കുറേ എണ്ണം ഏറ്റതുള്ളതുകൊണ്ട്. ശരി, നമ്മൾ പറഞ്ഞല്ലോ അല്ലേ? മേഡം ഒരു വീട് കൊടുക്കാനുള്ള ഇതില്ല, അതുകൊണ്ട് നോക്കാം. അടുത്ത വായിച്ചോ. വേറെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ? അപ്പോൾ അത് പച്ചക്കറിൻ്റെ ഇല്ലായില്ല. മേഡം വേറെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ? എത്ര മക്കളാ? 2 പഠിക്കോ നന്നായിട്ട്? തട്ടി കൂട്ടിക്കോ നന്നായി. രണ്ടും കൂടിയാണ് പഠിക്കുന്നു. നന്നായി പഠിക്കോ? ഏത് സ്കൂള്? മോളെ വേറെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ? ഓ
എന്തുണ്ട് അറിയില്ല. എത്രയല്ല പഠിക്കുന്നത്? അതെ പഠിക്കാം, പഠിക്കണം. എത്രയല്ല പഠിക്കുന്നേ? ഒന്നേ പഠിക്കാം. ഗ്യാരണ്ടി വെക്കണം. ഈ ഒരു ഇവിടെ ഒന്നും അങ്ങനെ അധികം ആൾക്കാരും വന്ന് ഇങ്ങനെ ഒരു സഹായങ്ങളോ അങ്ങനെയൊന്നും ഇതുവരെ ചെയ്തിട്ടൊന്നുമില്ല. അപ്പം ഈ ഇത്രയും ഒരു ഉദ്യാനത്തിൽ വന്ന് ഇങ്ങനെയൊക്കെയുള്ള സഹായങ്ങൾ ചെയ്യാൻ കാണിച്ച സാറിൻ്റെ മനസ്സിനെ നമ്മൾ ആദ്യം എൻ്റെ പേരിലും ഞങ്ങളുടെ നാട്ടുകാരുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഞാനിപ്പോൾ കൂടുതൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ പഠിക്കാനുള്ള കുട്ടികൾക്ക്, കാരണം എല്ലാം കൂടെ നമുക്കിപ്പോൾ ഒരു വീടിൻ്റെയൊക്കെ കാര്യം പറഞ്ഞു തന്നു. വർഷത്തിലൊരു സിനിമ ഇറങ്ങുന്നത് എനിക്കത് പ്രാക്ടിക്കലല്ല, വീടിൻ്റെ കാര്യം. പക്ഷെ പഠിക്കുന്ന കുട്ടികൾ നമ്മൾ ഈ കാരണം കൊണ്ട് ഒരാൾ പഠിക്കാതിരിക്കരുത്. പിന്നെ വളരെ എല്ലാവരും പറയാനുള്ള മക്കളെയൊക്കെ പെൺമക്കളൊക്കെ ആണെങ്കിൽ ഒരു ജോലി കിട്ടിയതിന് ശേഷം മാത്രം കല്യാണം കൊടുക്കുക. ഇനി പഠിക്കാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ ചെറിയ രീതിയിൽ നമുക്ക് വലിയ ഹൈഫൈ ആയിട്ട് ചെയ്യാനുള്ള അല്ല, വലിയ സോഫ്റ്റ്വെയർ കോളേജിലൊന്നും വിടാനുള്ള ലെവലില്ല. ചെറിയ കാര്യങ്ങളാണിപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടുള്ള. നിങ്ങൾ അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ എന്നെ അറിയിക്കൂ. മെറിറ്റിലൊക്കെ പഠിക്കുന്ന കുട്ടിയാണ്, നമുക്ക് കൊടുക്കാനുള്ള സാമ്പത്തികം ഇല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ ചെയ്യും കേട്ടോ. ചെറിയൊരു പൈസ എല്ലാവർക്കും കൂടി ഡിവൈഡ് ചെയ്ത് കൊടുക്കലാണ് സംഭവം ചെയ്യുന്നത്. അത്രയെങ്കിൽ അത്ര ആയല്ലോ എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ കിട്ടിയവർ ഇനിയെങ്കിലും ഓർക്കുക, എൻ്റെ ഫേസ്ബുക്ക് സന്തോഷ് പണ്ഡിറ്റാണ്. നാളെ അല്ലേ ഒരു കോർഡിനേറ്ററെ കണ്ടില്ല, അല്ലെങ്കിൽ അന്ന് കൂടെ കൊണ്ടുവന്ന ആളെ നമ്പർ ഉണ്ടായില്ല, അയാൾ ശരിക്കും പറഞ്ഞില്ല എന്നൊന്നും ആരും പറയരുത്. സന്തോഷ് പണ്ഡിറ്റിൻ്റെ കേസിൽ സ്ട്രെയിറ്റ് വിട്ടോളുക. സുഹൃത്തുക്കളെ, നമ്മൾ പണ്ഡിറ്റ് സാറ് നമുക്ക് ഈ തന്ന ഉപകാരം ഒരിക്കലും മറക്കാൻ പറ്റില്ല. അദ്ദേഹം ആയിരുന്നു ഞാനിപ്പോൾ ചെറിയ കാലത്തെ ഒരു പരിചയമുള്ളൂ. വിളിക്കടാ പെങ്ങന്മാരെയൊക്കെ നമ്മുടെ സാറിൻ്റെ മനസ്സിൽ നമ്മൾ ആദ്യം എൻ്റെ പേരിലും ഞങ്ങളുടെ നാട്ടുകാരുടെ പേരിലും